ഹലോ സുഹൃത്തുക്കളെ, മാർച്ച് മാസത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ നാം ചിന്തിക്കാൻ തുടങ്ങും, ദൈവം കേൾക്കുന്നുണ്ടോ? 1 യോഹന്നാൻ 5:14 ബൈബിൾ പറയുന്നു, ദൈവത്തെ സമീപിക്കുന്നതിൽ നമുക്കുള്ള ആത്മവിശ്വാസമാണിത്. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മെ കേൾക്കുന്നു. സുഹൃത്തുക്കളെ, ദൈവം എപ്പോഴും അവൻ്റെ ഇഷ്ടവുമായി യോജിച്ച പ്രാർത്ഥനകൾ കേൾക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അവഗണിക്കുകയോ പാഴാക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നതിന് ദൈവം അവ സ്നേഹപൂർവ്വം ഉപയോഗിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കട്ടെ, നിങ്ങളുടെ അപേക്ഷകൾ യേശുവിൻ്റെ മുമ്പാകെ വയ്ക്കുന്നത് എങ്ങനെയുള്ള ഹൃദയത്തോടെയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തോടെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതോ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി പ്രാർത്ഥനയെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി മാത്രം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പരിമിതമായ കാഴ്ചപ്പാടിനെ ആശ്രയിക്കുന്നുവെന്ന് കാണിക്കുന്നു. എന്നാൽ തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിന് കീഴടങ്ങൽ, അവൻ്റെ മഹത്തായതും പരിപൂർണവുമായ പദ്ധതിയിൽ നാം വിശ്വസിക്കുന്നുവെന്ന് കാണിക്കുന്നു. നമ്മുടെ എല്ലാ അഭ്യർത്ഥനകളും ദൈവം മുമ്പാകെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയും പ്രാർത്ഥിക്കാം: കർത്താവായ യേശുവേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങനെ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരവും പൂർണ്ണവും മഹത്വവുമായ പാതയിൽ നടക്കാം. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ മഹത്തായ ഉദ്ദേശം നിറവേറ്റാൻ മനോഹരവും അനുഗ്രഹീതവുമായ ഒരു മാസം വരട്ടെ.